അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ. ഇവിടെ അമ്മ എന്ന വാക്ക് നോക്കാം. അൻ മ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് അമ്മ എന്ന വാക്കുണ്ടായത്. അൻ എന്ന വാക്കിന്റെ അർത്ഥം സംബന്ധിച്ച്, കുറിച്ച്, അതിനെപ്പറ്റി എന്നെല്ലാമാണ്. അങ്ങനെയല്ലാത്ത അർത്ഥവുമുണ്ട്. മ എന്ന വാക്കിന് എന്ത്, യാതൊന്ന്, അത് എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ നിഷേധാർത്ഥത്തിൽ, അതായത് അങ്ങനെ അല്ല എന്ന അർത്ഥത്തിലും മ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ മ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നാണ്. മ എന്ന് പറയുമ്പോൾ മീമിന് ഫത്ഹയുണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു അലിഫ് മദ്ദുമുണ്ട്. മ എന്ന് ദീർഘാക്ഷരമാണ്. എന്നാൽ അമ്മ എന്ന വാക്കിൽ മീമിന് ദീർഘം, അതായത് മദ് നൽകപ്പെടുന്നില്ല. കാരണം മ എന്ന പദത്തിന് മുമ്പിൽ അൻ എന്ന ഹർഫ് ജർ വന്നിട്ടുണ്ട്. അങ്ങനെ ചോദ്യത്തിന് വേണ്ടിയുള്ള മ എന്നതിനു മുമ്പ് ഹർഫ് ജർ വന്നതുകൊണ്ട് മ എന്നതിലെ ദീർഘം നഷ്ടപ്പെട്ട് മ എന്നായി മാറുന്നു. അപ്പോൾ അവിടെ അൻ മ എന്നേ ഉണ്ടാകും. അൻ എന്നുള്ളതിലെ സുക്കൂനുള്ള നൂൻ തൊട്ടടുത്ത അക്ഷരമായ മീമിലേക്ക് ലയിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം നഷ്ടപ്പെടുകയും തൊട്ടടുത്ത അക്ഷരമായ മീമിന് കട്ടി കൂടുകയും, അതായത് ശബ്ദ സംഭവിക്കുകയും ചെയ്യുന്നു. അമ്മ എന്നുള്ളത് അമ്മ എന്ന വാക്കായി മാറുന്നു. അമ്മ എന്തിനെ കുറിച്ച്? തസഅല എന്ന പദം മാദിയായ പദമാണ്, അതായത് പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയയാണ്. അതിന് പ്രധാനപ്പെട്ട 2-3 അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം പരസ്പരം ചോദിച്ചു എന്നാണ്. അതാണ് തഫ്സീറുകളിൽ കാണുന്ന അർത്ഥം. മറ്റ് അർത്ഥങ്ങളും അതിനുണ്ട്. നമ്മൾ ഒരു കാര്യം സ്വയം ചോദിക്കുന്നതിന് അങ്ങനെയാണോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിക്കുന്നതിനും തസാഅല എന്ന് പറയും. ഇനി അഭിപ്രായം അറിയാൻ വേണ്ടി വേറൊരാളോട് ചോദിക്കുന്നതിനും തസാഅല എന്ന് പറയും. ഏറ്റവും കൂടുതൽ മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം പരസ്പരം ചോദിച്ചു എന്നാണ്. തസാഅല എന്നുള്ളതിന്റെ മുദാരി രൂപമാണ്, അതായത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവി കാലം. യതസാഅലു പരസ്പരം ചോദിക്കുന്നു അല്ലെങ്കിൽ പരസ്പരം ചോദിക്കും. ഇതിനെ ബഹുവചനമാക്കി കുറെ ആളുകൾ ചോദിക്കുന്നു എന്നതിന് യതസാഅലൂന എന്നാണ് പറയുക. യതസാഅലൂന അവർ പരസ്പരം ചോദിക്കുന്നു. അമ്മ യതസാഅലൂൻ എന്തിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മക്ക മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പ്രധാനമായും പറഞ്ഞിരുന്നത് ഏകനായ അള്ളാഹുവിനെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമൊക്കെയാണ്. അത് പറയുന്ന സമയത്ത് അവർ പരസ്പരം പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? മരിച്ചതിനു ശേഷം പുനർജീവിതമുണ്ടോ? അങ്ങനെയൊരു വിചാരണ നാളുണ്ടോ? അവർ പരിഹസിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നത്. അമ്മ
യതസാഅലൂൻ. ഇതൊരു ചോദ്യമാണ്, പക്ഷെ ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല അവർ ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ വശ്യമായ ഒരു ശൈലി പല സ്ഥലങ്ങളിലും ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം പറയുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഒന്നാമത്തെ അക്ഷരം ഐൻ എന്ന അക്ഷരമാണ് അവിടെ ഹംസയിലേക്ക് ആ എന്ന അക്ഷരത്തിലേക്ക് മാറിപ്പോകരുത്. മീം എന്ന അക്ഷരത്തിന് ശബ്ദ വന്നിട്ടുണ്ട്. മീം, നൂൻ എന്നീ അക്ഷരങ്ങൾ ശബ്ദോടുകൂടി വന്നാൽ 2 ഹറക്കത്തിന്റെ സമയമെടുത്ത് മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. യതസാഅലൂന. ഈ വാക്കിൽ 2 ദീർഘാക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സ എന്ന ദീർഘാക്ഷരവും അതുപോലെ ലൂ എന്ന ദീർഘാക്ഷരവും. സ എന്ന ദീർഘാക്ഷരത്തിന് തൊട്ടടുത്ത് അതേ പദത്തിൽ ചേർന്ന് വന്നിരിക്കുന്നതാണ് ഹംസ. സ. ഇങ്ങനെ ദീർഘാക്ഷരത്തിന് തൊട്ടടുത്തായി അതേ പദത്തിൽ ചേർന്നുകൊണ്ട് ഹംസ വരികയാണെങ്കിൽ അവിടെ ആ ദീർഘം 4 5 ഹറക്കത്തിന്റെ സമയമെടുത്ത് നിർബന്ധമായും നീട്ടി ഓതേണ്ടതാണ്. ഈ മദ്ദിനെ, അതായത് ഈ ദീർഘത്തെ മദ് മുത്തസിൽ എന്നാണ് പറയുക. മദ് മുത്തസിലിന്റെ ഹുക്മ്, അതായത് വിധി, അത് വാജിബാണ്, നിർബന്ധമായും നീട്ടി ഓതേണ്ടതാണ്. അതിന്റെ മിഖ്ദാർ, അതായത് ടൈമിംഗ്, ഓതാനൊടുക്കേണ്ട സമയം 4 5 ഹറക്കത്തിന്റെ സമയമാണ്. യതസാഅലൂന. ലൂ എന്ന ദീർഘാക്ഷരത്തിന് തൊട്ടടുത്ത് നൂൻ എന്ന അക്ഷരമാണ്. അവിടെ നൂനിന് ഫത്ഹയാണ് നമ്മൾ കാണുന്നത്, ന എന്നാണ് കാണുന്നത്. എന്നാൽ നമ്മൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിർത്തുകയാണെങ്കിൽ, അവിടെയുള്ള നൂനിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യും. ഇങ്ങനെ വഖഫിന് വേണ്ടി, അതായത് നിർത്താൻ വേണ്ടി സുക്കൂൻ നൽകപ്പെടുകയും അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ദീർഘാക്ഷരമാവുകയും ചെയ്താൽ ആ ദീർഘാക്ഷരം 2 4 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നമുക്ക് നീട്ടി ഓതാം. ഇതിനെ മദ് ആരിദ് എന്ന് പറയും. ലൂ എന്ന ദീർഘത്തെ നമുക്ക് 2 4 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അവിടെ നമ്മൾ നൂനിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر الدعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.